ഈ ഒരു സാധനം കണ്ടിട്ട് എന്താണെന്ന് തോന്നി? ഒറ്റ ലുക്കിൽ നിങ്ങളെല്ലാവരും പറയും ഇതൊരു വാക്വം റോബോട്ടാണെന്ന് അല്ലേ? എന്നാൽ ഇതൊരു വാക്വം റോബോട്ടല്ല കേട്ടോ. നമ്മുടെ സെബ്രോണിക്സ് ഈ അടുത്ത് പുറത്തിറക്കിയിട്ടുള്ള ഒരു പ്രൊജക്ടറാണ്. ചില പ്രത്യേകതകൾ ഇതിനുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. സെബ്രോണിക്സിൻ്റെ പിക്സാപ്ലെയർ 38 എന്ന മോഡലാണിത്. ഇതുപോലൊരു പാക്കേജിലാണ് പിക്സാപ്ലെയർ 38 നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പാക്കേജിൽ പ്രൊജക്ടർ കൂടാതെ നമുക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ റിമോട്ട്, പിന്നെ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന 2 ബഡ്, ഒരു ക്ലീനിങ് ക്ലോത്ത്, ഒരു HDMI കേബിൾ, ഒരു AC പവർ കോഡ്, യൂസർ മാനുവൽ എന്നിവയാണ്. 1.90 കിലോഗ്രാം ഭാരമുള്ള ഈ പ്രൊജക്ടറിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. ഒരു സൈഡിൽ നോക്കിയാൽ സെൻട്രലായിട്ട് പോലെ ഒരു പവർ സ്വിച്ച് കാണാം. ഫുൾ ഡോട്ട്സ് പഞ്ച് ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ബോഡിയൊക്കെ. താഴെയായിട്ട് അർദ്ധവൃത്താകൃതിയിൽ ഒരു ബേസ് ഉണ്ട്. അപ്പോൾ അത് ഊരി മാറ്റാൻ പറ്റുന്നതല്ല. ഇനി ഇതിൻ്റെ മറു സൈഡിൽ നോക്കിയാൽ പവർ കോഡ് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടുണ്ട്, ഒരു ഓഡിയോ ഔട്ട് ഉണ്ട്, 2 HDMI ഇൻപുട്ട്, അതിൽ ഒരെണ്ണം ARC സപ്പോർട്ടുള്ളതാണ്, പിന്നെ 2 USB പോർട്ടും ഉണ്ട്. ഇത്രയും കാണാം. ഇനി പ്രൊജക്ടർ ലാമ്പിൻ്റെ ഇവിടെ നോക്കിയാൽ പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്ന ഒന്നുമില്ല. 4K സപ്പോർട്ടുള്ള ഒരു പ്രൊജക്ടറാണെന്ന് കമ്പനി പറയുമെങ്കിലും ഇതൊരു HD പ്രൊജക്ടറാണ്. ഇതാണ് ഈ പ്രൊജക്ടറിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഇതൊരു ആൻഡ്രോയിഡ് ബേസ് ആയിട്ടുള്ള പ്രൊജക്ടറാണ്. ഇവിടെ നമുക്ക് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, പ്രൈം വീഡിയോ എന്നിവിടെയും സെറ്റിങ്സിലേക്കുള്ള ഷോർട്ട് കട്ട്സൊക്കെ കാണാം. മൈ ആപ്സ് എന്നതിൽ പോയാൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കുന്ന മറ്റ് ആപ്പുകൾ കാണാം. ഗൂഗിൾ പ്ലേ സ്റ്റോറൊക്കെ ഇതിലുള്ളത് കൊണ്ട് തന്നെ ഇനിയും നമുക്ക് ഒട്ടേറെ OTT പ്ലാറ്റ്ഫോമുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് സെറ്റിങ്സിലേക്ക് കടന്നു നോക്കാം. ആ ഒരു ഇൻ്റർഫേസ് മൊത്തത്തിൽ ഇവിടെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. സാധാരണ ആൻഡ്രോയിഡ് പ്രൊജക്ടറിൽ കണ്ടുവരുന്ന ആ ഒരു ഇൻ്റർഫേസ് അല്ല ഇവിടെ മെനു അല്ലെങ്കിൽ സെറ്റിങ്സിനുള്ളത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് വൈഫൈ എന്നതിൽ നോക്കി കഴിഞ്ഞാൽ ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ നമുക്ക് ആക്സസറീസ് കണക്ട് ചെയ്യാനും സൗകര്യമുണ്ട്. ഇനി പ്രൊജക്ഷൻ സെറ്റിങ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തേത് അത് ഇൻസ്റ്റാളേഷൻ മോഡാണ്. അതായത് നമ്മൾ പ്രൊജക്ടർ ടേബിളിലാണോ വയ്ക്കുന്നത് അല്ലെങ്കിൽ വാൾ മൗണ്ട് ആയിട്ടാണോ വയ്ക്കുന്നത്, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ആ ഒരു പ്രൊജക്ഷൻ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് ആദ്യത്തേത്. ഇനി രണ്ടാമത്തേത് 4 പോയിൻറ്റ് കീ സ്റ്റോൺ കറക്ഷനാണ്. അപ്പോൾ ആദ്യമായിട്ടൊരു പ്രൊജക്ടറിൻ്റെ വീഡിയോ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു പ്രൊജക്ടർ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിരിക്കുന്ന പ്രതലത്തിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു സ്ക്രീനിൻ്റെ വിഷ്വലുകൾ സൈഡുകളൊക്കെ ഏങ്കോണിച്ചൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോ കോർണറിലും മുകളിലും താഴെയും അല്ലെങ്കിൽ താഴെയും സൈഡും എന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കീ സ്റ്റോൺ കറക്ഷൻ. ഇതുകൂടാതെ ഓട്ടോ കീ സ്റ്റോൺ കറക്ഷൻ ഉണ്ട്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, വിഷ്വൽ താഴേക്ക് വരുന്ന സമയത്ത് തനിയെ കോർണറുകൾ ഇവിടെ അഡ്ജസ്റ്റ് ആവുകയാണ്. ഇത് ഓട്ടോ കീ സ്റ്റോൺ കറക്ഷനാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ പ്രൊജക്ടർ സ്ക്രീൻ എങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് വന്നുവെന്ന്. നമ്മുടെ ഈ പ്രൊജക്ടർ ഇതുപോലെ ഒരു ബേസിലാണ് ഇരിക്കുന്നത്. റിമോട്ടിലെ ഈ 2 ബട്ടണുകൾ പ്രൊജക്ടർ നമുക്ക് ഇത്തരത്തിൽ മുകളിലേക്കും താഴേക്കും 90 ഡിഗ്രി വരെ മൂവ് ചെയ്യിച്ച് നമ്മൾ ഇരിക്കുകയാണോ കിടക്കുകയാണോ എന്നതനുസരിച്ചിട്ട് നമുക്ക് ഈസിയായി കാണാനാകും വിധം വിഷ്വലിൻ്റെ ആംഗിൾ മാറ്റിയിട്ട് സ്ട്രെയിൻ കുറയ്ക്കാനുള്ള ടിൽറ്റ് മെക്കാനിസം ഉള്ളതാണ്. ഇതും കഴിഞ്ഞ് മൂന്നാമത് മറ്റൊരു കീ സ്റ്റോൺ കറക്ഷൻ, മാനുവലി കീ സ്റ്റോൺ കറക്ഷൻ എന്ന രീതിയിലും ഈ ഒരു പ്രൊജക്ടറിലുണ്ട്. പിന്നെ നമുക്ക് സൂം സൗകര്യം ലഭ്യമാണ്. ആവശ്യാനുസരണം നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു സ്ക്രീനിനനുസരിച്ചിട്ട് വിഷ്വൽ നമുക്ക് ഇത്തരത്തിൽ ഫിക്സ് ചെയ്യാൻ കഴിയും. പിന്നെ ഇത് കൂടാതെ ഇതിൽ ഓട്ടോ ഫോക്കസ് സൗകര്യവും മാനുവൽ ഫോക്കസ് സൗകര്യവും ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ വിഷ്വൽ ഓണായി വരുന്ന സമയത്ത് തന്നെ പ്രൊജക്ടറും വിഷ്വലും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് കൃത്യമായിട്ട് ആ ഒരു ക്വാളിറ്റി ഇത് അഡ്ജസ്റ്റ് ചെയ്തോളും. അത് ഓട്ടോ ഫോക്കസ്. ഇത് കൂടാതെ നമുക്ക് റിമോട്ടിൽ ബട്ടൺ ഉപയോഗിച്ചിട്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാം, അത് മാനുവൽ. പിന്നെ നമുക്ക് പിക്ചറിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റ്, ഷാർപ്പ്നെസ്, ബ്രൈറ്റ്നസ് എന്നിങ്ങനെയുള്ളതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാനും അല്ലെങ്കിൽ പ്രീസെറ്റായിട്ട് കിടക്കുന്നതിൽ നിന്നും സെലക്ട് ചെയ്യാനും ഇവിടെ സൗകര്യമുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് സൗണ്ടിൻ്റെ ക്വാളിറ്റിയും നമുക്ക് ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാൻ, അതായത് ബേസും ട്രബിളും അഡ്ജസ്റ്റ് ചെയ്യാനും, ഇതുകൂടാതെ നമുക്ക് പ്രീസെറ്റ് മോഡുകൾ സെലക്ട് ചെയ്യാനും ഇവിടെ സൗകര്യമുണ്ട്. അപ്പോൾ പ്രൊജക്ടർ കണ്ടു, പ്രൊജക്ടറിൽ നിന്നുള്ള വിഷ്വലുകളും കണ്ടു. ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലേക്കാണ്. ഇപ്പോൾ കമ്പനി ഇതിൻ്റെ ബ്രൈറ്റ്നസ് പറയുന്നത്, സെബ്രോണിക്സ് പറയുന്നത് 12,000 ലൂമൻസ് എന്നാണ്. പക്ഷേ ഈ 12,000 ലൂമൻസ് തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറവ് ലൂമൻസ് പറയുന്ന സെബ്രോണിക്സിൻ്റെ മറ്റു ചില പ്രൊജക്ടറിൽ നിന്നുള്ള വിഷ്വലുകൾ കൂടി നിങ്ങളൊന്ന് കാണണം. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, എന്തായാലും എല്ലാ മോഡലുകളും ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം മോഡലുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മോഡൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ആ ഒരു യൂണീക്കായിട്ടുള്ള ലുക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന ആകർഷണം. ബാക്കി ഫീച്ചേഴ്സൊക്കെ ഏകദേശം എല്ലാത്തിലും സെയിം ആണ്.
പിന്നെ ആ ഒരു ഇൻ്റർഫേസിലുള്ള ഒരു മാറ്റവും നമ്മളെ ആകർഷിക്കും. പിന്നെ ഇതിൻ്റെ വില അതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ സൂചിപ്പിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഷൂട്ട് ചെയ്യുന്നതും പിന്നെ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വില ഞാനിവിടെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നില്ല. പകരം ഞാനിവിടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും, അവിടെ നോക്കുക. പിന്നെ ഓരോ ദിവസവും സെബ്രോണിക്സിൻ്റെ പ്രൊഡക്റ്റുകളായിരുന്നു റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊജക്ടറിൻ്റെയും മറ്റു ചില പ്രൊജക്ടറുകൾ സെബ്രോണിക്സിൻ്റെ തന്നെയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നിയെന്ന് വെച്ചാൽ അതും ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.